രാത്രി ലൈവില് അർജുനും അതുപോലെ രതീഷ് ഇരുന്ന് സംസാരിക്കുകയാണ്. രതീഷ് അർജുന്റെ ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അർജുൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പിടിവള്ളി വിടരുത് എന്ന് രതീഷ് പറയുന്നുണ്ട്. അപ്പൊ അർജുനും പറയുന്നുണ്ട്, എനിക്കറിയാം ആ പിടിവള്ളി ഞാൻ എന്തായാലും വിടുന്നില്ല, എനിക്കിപ്പോൾ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പിടിവള്ളിയിൽ പിടിച്ച് മുകളിലോട്ട് കയറണം. ഇനി 50 ദിവസങ്ങളായി, ഇനി നീ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, നീ മുകളിലോട്ട് കയറിയാൽ മാത്രമേ നിനക്ക് കാര്യമുള്ളൂ. അതിനൊരു ഒറ്റ റീസൺ മതി, നിനക്ക് മുകളിലോട്ട് ചാടി കയറാനായിട്ട് സാധിക്കും. ആ കിട്ടുന്ന റീസണിൽ നീ ചാടി കയറിയേക്കണം എന്നാണ് രതീഷ് അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്നത്. അർജുൻ ശരിവെക്കുന്നുണ്ട്. അർജുൻ അടുത്ത് പിന്നെ പറയുന്നുണ്ട്, നീ ഗെയിമൊക്കെ നന്നായി കളിക്കണം എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ടാസ്കുകളൊക്കെ നന്നായി കളിക്കുന്നുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. ടാസ്കുകളെ കുറിച്ചല്ല പറയുന്നത്. ടാസ്കുകൾ നീ 200% ഇട്ട് കളിക്കുന്നുണ്ട്, അത് ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അതല്ല ഗെയിം എന്ന് നിനക്കറിയാലോ. ആ ഗെയിം നീ കളിച്ചേ പറ്റൂ. അപ്പോഴവിടെ അർജുൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പലരും അങ്ങനെ ഗെയിമിനെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ആ ചർച്ചയാണോ അർജുന് എന്നുള്ളത് ഒരു സംശയം. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, സംസാരമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. നിന്റെ കയ്യിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നീ മൊത്തത്തിലൊന്ന് എവിടെയെങ്കിലും ഒന്ന് നിനക്ക് കിട്ടും. ആ കിട്ടിയ പിടിവള്ളിയിൽ നീ പിടിച്ചങ്ങ് ചാടി അങ്ങ് കയറണം. 2 കൈയും വിട്ടിട്ട് നീ മുകളിലോട്ട് ചാടിക്കോ, കുഴപ്പമില്ല. അങ്ങനെ നീ ചാടിയിട്ട് എങ്ങാനും പിടിവിട്ടാൽ തന്നെയും നിന്നെ താങ്ങാനായിട്ട് താഴെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർ നിനക്ക് പിടിക്കാനുള്ള സ്പേസ് തരും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നീ മുകളിലോട്ട് ചാടിയേ പറ്റൂ എന്നവിടെ രതീഷ് അർജുൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ പറയുന്നുണ്ട്, ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്ത് പറ്റി അർജുനെ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ലാലേട്ടനോട് കാര്യം പറഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ ഓട്ടോ കയറ്റി ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബിഗ് ബോസ് ടീം എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് ഞാൻ കൊടുത്തേ തീരൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത് എന്ന് അർജുൻ പറയുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ ശ്രമിക്കും എന്നൊരു വാക്കും അർജുൻ അവിടെ കൊടുക്കുന്നുണ്ട് രതീഷിനെ. രതീഷ് പറയുന്നുണ്ട്, ഇനി നിനക്ക് അത്രയും പൊട്ടൻഷ്യലുള്ള മത്സരാർത്ഥിയാണ്, നീ ഭയങ്കര ക്യൂട്ടാണ്, നിന്നെ നല്ല ഹൈറ്റ് ഉണ്ട്, നീ കാണാൻ കൊള്ളാം, അങ്ങനെയുള്ള പല പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ നിന്നിലുണ്ട്. അപ്പം ഇനി നിന്നിൽ നിന്ന് വരേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് ചാടാനുള്ള കഴിവാണ്. അല്ലെങ്കിൽ പിടിച്ചു കയറുക, അല്ലെങ്കിൽ 2 കൈയും വിട്ട് നീ മുകളിലോട്ട് ചാടിക്കൂ എന്നാണ് രതീഷ് അർജുൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അർജുൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ രതീഷ് പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ രതീഷിൻ്റെ ഉപദേശം വ്യക്തമായിട്ട് അർജുൻ കേൾക്കുന്നുണ്ട്. എന്തായാലും അർജുനിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് പ്രേക്ഷകർ കാത്തിരുന്ന് കാണാണ്. ഒരുപാട് പേർക്ക് അവിടെ അർജുൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അർജുനിൽ നിന്ന് ഒരൊറ്റ ഗെയിം നല്ലത് ഉണ്ടായാൽ തന്നെ അർജുൻ്റെ ഗ്രാഫ് ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് തന്നെയാണ് രതീഷ് അവിടെ അർജുനെ പറഞ്ഞു കൊടുക്കുന്നത്.